Hello dears, welcome to the class. Today we are going to discuss about our textbook activities. Okay, let's start our class. Festival Fair. ഫെസ്റ്റിവൽ ഫെയറിൽ പങ്കെടുക്കുന്നവരുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. കണ്ടില്ലേ? റൈറ്റ് ദ നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് ദ ഫെസ്റ്റിവൽ ഫെയർ. ഫെസ്റ്റിവൽ ഫെയറിൽ വന്നവരുടെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഒരു ടേബിളാണ്. ബോയ്സ് ആൺകുട്ടികൾ എത്ര, ഗേൾസ് പെൺകുട്ടികൾ, വുമൺ സ്ത്രീകൾ, മെൻ പുരുഷന്മാർ. കൗണ്ട് ചെയ്തപ്പോൾ ബോയ്സ് 2, ഗേൾസ് 3, വുമൺ 5, മെൻ 3. ഹു ആർ മോർ, ബോയ്സ് ഓർ ഗേൾസ്? കൂടുതൽ ആരാണ്? ബോയ്സ് ആണോ ഗേൾസ് ആണോ? ഗേൾസ്. 3 ആണ് അവരുള്ളത് അല്ലേ? ഹൗ മെനി മോർ, എത്രയാണ് കൂടുതൽ? ബോയ്സ് 2ഉം ഗേൾസ് 3യുമാണ്. അപ്പോൾ 1, 3 - 2 = 1. ഹൗ മെനി മോർ വുമൺ ദെൻ മെൻ, വുമൺ എത്രയാണ് മെന്നിനേക്കാൾ കൂടുതലുള്ളത്? 2. 5 വുമണും 3 മെന്നും ആണ് ഉള്ളത്. 5 - 3 = 2. ബലൂൺസ്, ലുക്ക് അറ്റ് ദ ബലൂൺസ്. ബലൂൺസ് നോക്കൂ, ഒരുപാട് ബലൂൺസ് ഉണ്ട് അല്ലേ? റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇങ്ങനെ ഒരുപാട് നിറത്തിലുള്ള ബലൂൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ കളറും എത്രയുണ്ട് എന്ന് നിങ്ങളുടെ ബുക്കിൽ നിന്ന് എണ്ണി നോക്കി തന്നെ എഴുതണം. കാരണം ചില കുട്ടികളുടെ ബുക്കിൽ പ്രിൻറ്റിങ്ങിൻ്റെ വ്യത്യാസം മൂലം കളറ് കുറഞ്ഞ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ നോക്കി എണ്ണി എഴുതണം. അപ്പോൾ അതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നില്ല. യെല്ലോ ബലൂൺ എത്രയുണ്ട്, അതിൻ്റെ നമ്പറാണ് എഴുതേണ്ടത്. ബ്ലൂ എത്രയുണ്ട് അത് എഴുതണം. അതുപോലെ തന്നെ ഗ്രീൻ. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതി ചേർക്കണം. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് റൈറ്റ് 2 ക്വസ്റ്റ്യൻസ്. ടേബിൾ നോക്കി 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബ്ലൂ ബലൂൺസ് ആർ ദർ? എത്ര ബ്ലൂ ബലൂണാണ് ഉള്ളത്? വിച്ച് കളർ ഹാസ് ദ ഫ്യൂവസ്റ്റ് ബലൂൺസ്? ഏറ്റവും കുറവ് ഉള്ള കളർ ഏതാണ്? അപ്പോൾ ഇതിന് ആൻസർ എഴുതണ്ട, ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. കളർഫുൾ ലൈറ്റ്സ്. ദ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് അറ്റ് നൈറ്റ്. രാത്രിയിൽ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് ഒന്ന് നോക്കൂ, നല്ല ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്. കണ്ടില്ലേ ലൈറ്റ്സ്? എന്തൊക്കെ കളറുണ്ട്? ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ബ്ലൂ 1, 2, 3, 4, 5. ഗ്രീൻ 1, 2, 3, റെഡ് 1, യെല്ലോ 1, 2. ലുക്ക് അറ്റ് ദ ലൈറ്റ്സ്, സോ ബ്യൂട്ടിഫുൾ. ഒരു കുട്ടി പറയാണ് ലൈറ്റ്സൊക്കെ നോക്കൂ എന്ത് ഭംഗിയാണ് കാണാനെന്ന്. ഇനി നമ്മൾ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. കളറും നമ്പറും കൊടുക്കണം. ഏതൊക്കെയാണ്? ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ. ബ്ലൂ 5, ഗ്രീൻ 3, യെല്ലോ 2, റെഡ് 1. ലൈറ്റ്സ് ഓഫ് വിച്ച് കളർ ആർ ലീസ്റ്റ് ഇൻ നമ്പർ? ഏറ്റവും കുറവ് കളറുള്ളത് ഏത് ലൈറ്റാണ്? റെഡ് ആണ് അല്ലേ? ഹൗ മെനി ആർ ദിസ് കളർ? എത്രയാണുള്ളത്? ഓൺലി 1. ലൈറ്റ് ഓഫ് വിച്ച് കളർ ആർ മോർ ദൻ യെല്ലോ? യെല്ലോയേക്കാൾ കൂടുതലുള്ളത് ഏതൊക്കെ നിറമാണ്? ഗ്രീൻ ആൻഡ് ബ്ലൂ. റൈറ്റ് ദെയർ നമ്പേഴ്സ്. എത്രയൊക്കെയുണ്ട്? ഗ്രീൻ 3, ബ്ലൂ 5. ഫേവറേറ്റ് കളർ, ഇഷ്ടപ്പെട്ട നിറം. ബലൂൺസ് ഓഫ് വിച്ച് കളർ ഡസ് ഈച്ച് ഓഫ് യുവർ ഫ്രണ്ട്സ് ലൈക്സ്? ആസ്ക് ദം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ട നിറം ഏതൊക്കെയാണ്? ഡ്രോ ബലൂൺസ് ഓഫ് ദിസ് കളേഴ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഹൂ ലൈക്ക് ദാറ്റ് കളർ. എന്നിട്ട് ഈ തന്നിരിക്കുന്ന കോളത്തിൽ ആ ബലൂണുകൾ വരയ്ക്കുക. അതായത് ഗ്രീൻ ബലൂണ് വരയ്ക്കുക, എത്ര പേർക്ക് ഇഷ്ടമുണ്ട് എന്ന് എഴുതുക. അതുപോലെ തന്നെ മറ്റ് കളറുകളും എഴുതി എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നെഴുതി കംപ്ലീറ്റ് ചെയ്യണം. കണ്ടില്ലേ? ഇതുപോലെ എഴുതണം. റെഡ് 6 ഫ്രണ്ട്സിനും, ബ്ലാക്ക് 3 ഫ്രണ്ട്സിനും, യെല്ലോ 5 ഫ്രണ്ട്സിനും, പർപ്പിൾ 8 ഫ്രണ്ട്സിനും, പിങ്ക് 7 ഫ്രണ്ട്സിനുമാണ് ഇഷ്ടപ്പെട്ടത്. Let's see the table. What all things can you find out from the table in the previous page? Write them down. കഴിഞ്ഞ പേജിൽ തന്നിരിക്കുന്ന ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രീവിയസ് പേജ് എന്ന് പറയുന്നത് ഈ ഒരു പേജാണ്. ടേബിളിൽ നമ്മൾ ബലൂണൊക്കെ വരച്ച് ചേർത്തു അല്ലേ? അപ്പോൾ ഇതിനനുസരിച്ചാണ് എഴുതേണ്ടത്. There are 6 red balloons. 6 റെഡ് ബലൂണുകളുണ്ട്. ദർ ആർ 3 ബ്ലാക്ക് ബലൂൺസ്. 3 ബ്ലാക്ക് ബലൂൺസ് ഉണ്ട്. ദർ ആർ 5 യെല്ലോ ബലൂൺസ്.
5 യെല്ലോ ബലൂൺസ് ഉണ്ട്. ദർ ആർ 8 പർപ്പിൾ ബലൂൺസ്. 8 പർപ്പിൾ ബലൂൺസ് ഉണ്ട്. ദർ ആർ 7 പിങ്ക് ബലൂൺസ്. 7 പിങ്ക് ബലൂണുകളും ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദ പർപ്പിൾ ബലൂൺസ് ഹാവ് ദ ഹയസ്റ്റ് നമ്പർ. പർപ്പിൾ ബലൂണാണ് ഹയസ്റ്റ് നമ്പർ 8. ദ ബ്ലാക്ക് ബലൂൺസ് ഹാവ് ദ ലോവസ്റ്റ് നമ്പർ. ഏറ്റവും കുറവുള്ളത് ബ്ലാക്ക് ബലൂണാണ് 3. ദർ ആർ 29 ബലൂൺസ് ഇൻ ടോട്ടൽ. അതിൽ ടോട്ടൽ 29 ബലൂൺസ് ആണ് ഉള്ളത്. 6 + 3 + 5 + 7 + 8. കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. വിച്ച് കളർ ഹാസ് 3 ബലൂൺസ്? ഏത് കളറാണ് 3 ബലൂൺ ഉള്ളത്? ബ്ലാക്ക്. ഹൗ മെനി റെഡ് ബലൂൺസ് ആർ ദർ? റെഡ് ബലൂൺസ് എത്രയുണ്ട്? 6. ആർ ദർ മോർ പിങ്ക് ഓർ യെല്ലോ ബലൂൺസ്? കൂടുതലുള്ളത് പിങ്ക് ആണോ യെല്ലോ ആണോ? പിങ്ക്. അതുപോലെ തന്നെ ഓരോ കളറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം നമുക്ക്. പർപ്പിൾ വൈസ് ബ്ലാക്ക് എത്രയാണ്? പർപ്പിൾ 5 മോറാണ്, കൂടുതലാണ് അല്ലേ ബ്ലാക്കിനേക്കാൾ. അതുപോലെ തന്നെ പർപ്പിൾ വൈസ് റെഡ്. പർപ്പിൾ 8 -6 റെഡ്. 2 മോർ പർപ്പിൾ. പിങ്ക് വൈസ് യെല്ലോ. പിങ്ക് 7 യെല്ലോ 5. 2 മോർ പിങ്ക്. പിങ്ക് ആണ് കൂടുതൽ. റെഡ് വൈസ് ബ്ലാക്ക്. 6 - 3. 3 മോർ റെഡ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത കുറച്ച് ആക്ടിവിറ്റീസ് കൂടി പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് വർക്ക് ഷീറ്റ് ഇതാണ്. ഈ തന്നിരിക്കുന്ന ബലൂണിൽ എത്ര ഗ്രീൻ ബലൂണുണ്ട്, അതുപോലെ തന്നെ എത്ര ബ്ലൂ കളറുണ്ട് എന്ന് കൗണ്ട് ചെയ്ത് എഴുതണം. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഈ ഒരു പിക്ചറിലെ എനിമൽസിനെ എത്രയുണ്ട് എന്ന് കൗണ്ട് ചെയ്ത് നെക്സ്റ്റ് പേജിൽ എഴുതണം. കണ്ടില്ലേ? അപ്പോൾ ഓരോ എനിമൽസും എത്രയുണ്ട് എന്ന് കോളത്തിൽ എഴുതി ചേർക്കണം. നെക്സ്റ്റ് കൗണ്ട് ചെയ്ത് അതിൻ്റെ കറക്റ്റ് നമ്പർ കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. കൗണ്ട് ചെയ്ത് അതിൻ്റെ നമ്പർ എഴുതണം. ഓരോ കളർ ബലൂണും എത്രയുണ്ട് എന്ന് ആ കോളത്തിൽ എഴുതി ചേർക്കണം. ഇനി ഓരോ കളർ കേക്കും കൗണ്ട് ചെയ്ത് തന്നിരിക്കുന്ന കോളത്തിൽ എഴുതുക. ഇതും അതുപോലെ തന്നെ കൗണ്ട് ചെയ്ത് എഴുതാനുള്ള ഒരു വർക്ക്ഷീറ്റാണ്. സെയിം മോഡലിലുള്ള 1-2 വർക്ക്ഷീറ്റാണ് ഇനി തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എത്രയാണ് അതിലുള്ളത് എന്ന് കൗണ്ട് ചെയ്ത് തന്നിരിക്കുന്ന ബോക്സിൽ എഴുതി ചേർക്കണം. കണ്ടില്ലേ? ഇതിലും അതുപോലെ തന്നെയാണ്. ഇതിൽ ചെയ്യേണ്ടത് ട്രക്കിൽ കയറ്റിയിരിക്കുന്ന ആ ലോഡ് എത്രയാണ് എന്ന് കൗണ്ട് ചെയ്ത് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ റൗണ്ട് ചെയ്യണം. നെക്സ്റ്റ് ഓരോ ഫ്രൂട്ട്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? പേരും എഴുതിയിട്ടുണ്ട്. എത്ര എണ്ണമാണ് എന്ന് നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. അത് കൗണ്ട് ചെയ്ത് നോക്കണം. ഹൗ മെനി ഓഫ് ഈച്ച്? ഓരോന്നും എത്രയുണ്ട്? ഓറഞ്ച്, ആപ്പിൾ, സ്ട്രോബെറി, പിയർ. അതിൻ്റെ നമ്പർ എഴുതണം. ആർ ദർ മോർ ആപ്പിൾസ് ഓർ പിയേഴ്സ്? ആപ്പിൾ ആണോ പിയർ ആണോ കൂടുതൽ? അത് എഴുതണം. വിച്ച് ഫ്രൂട്ട് കൗണ്ട്സ് ടു 8? ഏത് ഫ്രൂട്ടാണ് 8 ഉള്ളത്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇൻ ദ ബാസ്ക്കറ്റ്? എല്ലാ ഫ്രൂട്ട്സും കൂടി എത്രയുണ്ട് എന്നും എഴുതണം. സെയിം മോഡലിലുള്ള ഒരു വർക്ക്ഷീറ്റാണിത്. ഡോഗ്, ടേർട്ടിൽ, പാരറ്റ്, ഫിഷ് ഇത്രയും തന്നിട്ടുണ്ട്. കണ്ടില്ലേ? അത് കൗണ്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഓരോന്നിൻ്റെയും എണ്ണം എഴുതണം. ആർ ദർ മോർ ടർട്ടിൽസ് ഓർ ഡോഗ്സ്? ടേർട്ടിൽസ് ആണോ ഡോഗ്സ് ആണോ കൂടുതലുള്ളത്? വിച്ച് പെറ്റ് എനിമൽ കൗണ്ട്സ് ടു 6? ഏത് പെറ്റ് എനിമലാണ് 6 നമ്പർ ഉള്ളത്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെറ്റ്സ് ഇൻ ദ ഷോപ്പ്? ആ ഷോപ്പിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പെറ്റ്സ് എത്രയാണ്? അതും എഴുതണം. നെക്സ്റ്റ് സെയിം ടൈപ്പ് ഒരു വർക്ക്ഷീറ്റ് തന്നെയാണ്. കണ്ടില്ലേ? പിക്ചറിൽ ബട്ടർഫ്ലൈ, ഫ്ലവർ, മഷ്റൂം, ആൻഡ്, വോം ഇതൊക്കെ ഉണ്ട്. ഇതെത്രയാണ് ഉള്ളത് എന്നൊന്ന് കൗണ്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഓരോന്നിൻ്റെയും നമ്പറിന് അനുസരിച്ച് ഇതുപോലെ കളർ കൊടുക്കണം. കണ്ടില്ലേ? ആൻഡ് 3 ആണ്. അപ്പോൾ 3 ബോക്സിൽ കളർ കൊടുത്തു. ബാക്കിയുള്ളതും ചെയ്യണം. നെക്സ്റ്റ് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പോകാനാണ്. 4 + 2 6 ആണ് കിട്ടുന്നത് അല്ലേ? 6 ആ ബ്ലാങ്ക് ആയിട്ടുള്ള കോളത്തിൽ എഴുതണം. അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യണം. എന്നിട്ട് ആ ആൻസർ ആ കോളത്തിൽ എഴുതണം. അതിൽ നിന്നും -3 എന്നിട്ട് കിട്ടുന്ന ആൻസർ അതിനപ്പുറത്തുള്ള കോളത്തിൽ എഴുതണം. അതിൻ്റെ കൂടെ +2 ആഡ് ചെയ്ത് അപ്പുറത്തുള്ള കോളത്തിൽ എഴുതണം. പിന്നെ -4. ഇങ്ങനെ ലാസ്റ്റ് 3 എത്തുന്നത് വരെ നമ്മൾ ചെയ്യണം. സെക്കൻഡ് പിക്ചറിൽ തന്നിരിക്കുന്ന ആ നമ്പേഴ്സ് കറക്റ്റ് ഓർഡറിൽ ആദ്യത്തെ പിക്ചറിലേക്ക് മാറ്റി എഴുതണം. വാട്ടർമെലൻ്റെ ഈ 3 പീസസിലുള്ള സീഡ്സ് കൗണ്ട് ചെയ്യണം. വിത്തുകളാണ് കൗണ്ട് ചെയ്യേണ്ടത്. എന്നിട്ട്
അത് തന്നിരിക്കുന്ന ഈ ഒരു വലിയ പീസിലേക്ക് നിങ്ങൾ വരച്ച് ചേർക്കണം. എത്ര സീഡാണോ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയത് അത്രയും സീഡ് ഇതിൽ വരയ്ക്കണം. ഈ തന്നിരിക്കുന്ന വാട്ടർമെലനിൽ വൈറ്റ് റൗണ്ട് ഇട്ടെടുത്ത് ഓഡ് നമ്പേഴ്സ് എഴുതി ചേർക്കണം. ഓരോ കളറിലുള്ള ഐസ്ക്രീമും കൗണ്ട് ചെയ്ത് താഴെയുള്ള ആ ഒരു റൗണ്ടിൽ എഴുതണം. ഒക്ടോപ്പസിൻ്റെ ഓരോ ഹാൻഡിലുള്ള ഡോട്ടുകളും കൗണ്ട് ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ ഈ ലേഡി ബഗിൻ്റെ മേലുള്ള ഡോട്ടുകൾ കൗണ്ട് ചെയ്ത് ഏതാണോ ശരി അത് റൗണ്ട് ചെയ്യണം. തന്നിരിക്കുന്ന നമ്പേഴ്സിന് അനുസരിച്ച് ലേഡി ബഗിന് മുകളിൽ ബ്ലാക്ക് ഡോട്ടുകൾ വരച്ചു ചേർക്കണം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ തന്നിട്ടുള്ള വർക്ക്ഷീറ്റുകൾ പരമാവധി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്